ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു. ശത്രുദോഷ നിവാരണത്തിനും ബാധാദുരിത മോചനത്തിനും ഏറ്റവും ഉതകുന്ന ഒരു മന്ത്രമാണ് തൃഷ്ടുപ്പ് മന്ത്രം. എന്താണ് തൃഷ്ടുപ്പ് മന്ത്രം? ദുർഗാദേവി പരമായിട്ടുള്ള പ്രീതികരമായ മന്ത്രമാണ്. ബാധാദുരിത ശമനത്തിനും ശത്രുദോഷ നിവാരണത്തിനും, എത്ര കടുത്ത ശത്രുദോഷ നിവാരണത്തിനും ബാധാദുരിതങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിനും ഈ മന്ത്രജപം നടത്തുന്നതും ഈ മന്ത്രത്താൽ ഹോമം നടത്തുന്നതും ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യമാണ്. കാശ്യപ ഋഷി തൃഷ്ടുപ് ചന്ദ ജാതവേദാഗ്നിർദേവത. ഇതാണ് ഛന്ദസ്. ഈ ഛന്ദസ് ചൊല്ലിയതിന് ശേഷമാണ് മന്ത്രങ്ങൾ ചൊല്ലേണ്ടത്. എന്താണ് തൃഷ്ടുപ്പ് മന്ത്രം? ഓം ജാതവേദസേ സുനവാമ സോമ വരാദീയതോ നിദഹാദിവേദ സനപർഷദതി ദുർഗാണി വിശ്വ ദുർഗായേ നാവേവ സിന്ധും ദുരിതാത്യഗ്നി. ഇതാണ് തൃഷ്ടുപ്പ് മന്ത്രം. ബാധാപരമായ ദുരിത മോചനത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള മന്ത്രമാണ്. ശത്രുപരമായിട്ടുള്ള ദോഷ നിവാരണത്തിനും ഈ മന്ത്രം ജപിക്കാവുന്നിടത്തോളം ജപിച്ചാൽ കുറഞ്ഞതൊരു 36 തവണയെങ്കിലും ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ക്രോധപരമായിട്ടുള്ള ശത്രുവിൽ നിന്നും മുക്തി നേടുന്നതിനും നമ്മുടെ ശത്രുത ആകുന്ന ക്രോധത്തെ നിയന്ത്രിച്ചു നിർത്തുന്നതിനും നാവിന് നിയന്ത്രണം ഉണ്ടാകുന്നതിനും ബാധാപരമായിട്ടുള്ള ആ ഒരു മെൻറ്റാലിറ്റിയെ നിലയ്ക്ക് നിർത്തുന്നതിനും ഈ മന്ത്രം ഉചിതമായിട്ടുള്ളതാണ്. ഇത് നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു തരം വൈബ്രേഷനാണ്. ചില അവസരങ്ങളിൽ ക്രോധം ഉണ്ടായി ഒരു മെൻറ്റാലിറ്റി പോലെ ഉണ്ടാകുന്നത്, അതിന് കാരണമാകുന്ന അവസ്ഥ ഉണ്ടാക്കുന്നത്, അതിനെയൊക്കെ തരണം ചെയ്യാൻ ഈ മന്ത്രം ഉപയോഗിക്കുമ്പോൾ അതിലൊരു നിയന്ത്രണം ഉണ്ടാവും. നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ, ക്രോധത്തെ ശമിപ്പിക്കാൻ ദുർഗാപരമായിട്ടുള്ള ശക്തിയുടെ ഈ മന്ത്രം അത്ഭുതാവഹമായിട്ടുള്ള ഒരു കാര്യമാണ്. ക്രോധത്തിൻ്റെ പര്യായമായിട്ടുള്ള കംസനെ നിലയ്ക്ക് നിർത്തിയ ആദിപരാശക്തിയായ ദുർഗയുടെ മന്ത്രമാണ് തൃഷ്ടുപ്പ് മന്ത്രം. ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു.